സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന് ശേഷം വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ആകെ 36,15,970 പേരാണ് വോട്ടർ പട്ടികയിലുള്ളത്. 23/12/2025 പ്രസിദ്ധീകരിച്ച കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ലഭിച്ച ഒബ്ജക്ഷനുകളും പരാതികളും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഫൈനൽ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇന്ന് പ്രസിദ്ധീകരിച്ച പട്ടികയുടെ പകർപ്പ് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് കൈമാറിയിട്ടുണ്ട്. ജില്ലാതലത്തിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ തലത്തിലും പട്ടികകൾ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾക്ക് കൈമാറിയിട്ടുണ്ട്. 18,10,627 പുരുഷ വോട്ടർമാരും 18,05,503 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. ട്രാൻസ്ജെൻഡേഴ്സ് 40 പേര് പട്ടികയിലുണ്ട്. പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം 784 പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. പരമാവധി 1200-ൽ താഴെ വരുന്ന രീതിയിലാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും വോട്ടർമാരുടെ എണ്ണം ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ മലപ്പുറം ജില്ലയിലാകെ 3682 പോളിംഗ് സ്റ്റേഷനുകൾ ആകെ ഉണ്ടാകും. ഇത് മുമ്പുണ്ടായിരുന്നതിനേക്കാളും 784 പോളിംഗ് സ്റ്റേഷനുകൾ കൂടുതലാണ്. ആവറേജ് നോക്കുമ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിൽ 860 വോട്ടർമാരാണ് ആവറേജ് വരുന്നത്. വളരെ ബൃഹത്തായ പ്രക്രിയയിൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ അപേക്ഷകൾ ഓരോന്നും പരിശോധിക്കുകയും BLOമാരോടൊപ്പം തന്നെ BLAമാരും BLAമാരും തമ്മിൽ മീറ്റിംഗ് നടത്തി പ്യൂരിഫൈ ചെയ്ത് കറക്ഷൻ ചെയ്തുള്ള പട്ടികയാണ് പ്രസിദ്ധീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. പട്ടികയുടെ പകർപ്പ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പട്ടികയിൽ പ്രധാനമായി നോക്കുമ്പോൾ ഡ്രാഫ്റ്റ് പട്ടികയിൽ നിന്നും 6.3% പേര് കൂടുതൽ ഈ ഫൈനൽ പട്ടികയിൽ വന്നിട്ടുണ്ട്. ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം 6,64,440 ഫോമുകൾ ലഭിക്കുകയുണ്ടായി. പേര് ചേർക്കുന്നതിനും കറക്ഷന് വേണ്ടിയും ചേഞ്ചിന് വേണ്ടിയും ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടുതലായും പേര് ചേർക്കുന്നതിന് വേണ്ടിയാണ് അപേക്ഷകൾ ലഭിച്ചത്. ഈ 6,64,444 അപേക്ഷകളും തീരുമാനമെടുത്തിട്ടുണ്ട്. 100% അപേക്ഷകളിലും തീരുമാനമെടുത്തിട്ടുണ്ട്. അർഹരായ എല്ലാവരെയും തന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ 1/1/2026 യോഗ്യത ഡേറ്റ് വെച്ചിട്ടുള്ള പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് 1/1/2026 18 വയസ്സ് തികഞ്ഞവരാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. അപേക്ഷിച്ചിട്ടുള്ള ചിലർ 18 വയസ്സിന് താഴെയുള്ളവരുടേത് 18 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പട്ടികയിൽ പേര് വരും. വലിയൊരു വ്യത്യാസം കാണുന്നത് പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. ഡ്രാഫ്റ്റ് പട്ടികയിൽ 8,755 പ്രവാസികളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 39,501 പ്രവാസി വോട്ടർമാരുണ്ട്. നമ്മുടെ ഡ്രാഫ്റ്റുമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ സെക്സ് റേഷ്യോ 980 ആയിരുന്നു ഡ്രാഫ്റ്റ് പട്ടികയിൽ. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ 997 ആണ്. സെക്സ് റേഷ്യോയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ വന്നിട്ടുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. കുറ്റമറ്റ രീതിയിൽ പട്ടിക തയ്യാറാക്കുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ അപേക്ഷകളും BLOമാർ പരിശോധിക്കുകയും BLOമാർ പരിശോധിച്ച അപേക്ഷയിൽ അഡീഷണൽ EROമാർ അത് പരിശോധിച്ച് EROമാർ പരിശോധിച്ചിട്ട് ആണ് പ്രസിദ്ധീകരിച്ച് ഓരോ അപേക്ഷയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റുപറ്റാത്ത രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വളരെ കൃത്യമായ കുറ്റമറ്റ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2,289 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരല്ല എന്ന് കണ്ടെത്തി ഒഴിവാക്കിയവരുടെ എണ്ണം 2,289 അതിൻ്റെ റീസൺസ് പറയാം. അതിൽ 304 പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് 304 പേര്. 12 പേര് മറ്റു രാജ്യത്തിൻ്റെ സിറ്റിസൺസ് ആയവർ 12 പേര് ഒഴിവാക്കിയിട്ടുണ്ട്. ചില ആൾക്കാർ പെർമനൻ്റ്ലി ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയവരും അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലത്തിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒഴിവാക്കിയവരാണ് കൂടുതൽ. 2,280 ആകെ ഒഴിവാക്കിയത് 2,605 ആണ്. 2,605 ആകെ ഒഴിവാക്കിയത്.
2605. 2289 പേര് ഷിഫ്റ്റഡ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം ഒഴിവാക്കി. മറ്റൊരു മണ്ഡലത്തിലെ പട്ടികയിൽ അവരുടെ പേരുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം ഒഴിവാക്കി അവസരം ഉണ്ടാകും. ഇപ്പം ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും ഇനിയും ഫോം 6 വഴി പേര് ചേർക്കാനുള്ള അവസരം ഉണ്ടാകും. സാധാരണ എന്താ അല്ല, ഇപ്പം പെൻഡിങ് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ലാസ്റ്റ് ഡേറ്റിന് ശേഷം കിട്ടിയ കുറച്ച് അപേക്ഷകൾ പ്രോസസ്സിലുണ്ട്. അവസാന തീയതി വരെ കട്ട് ഓഫ് ഡേറ്റ് വരെ കിട്ടിയതാണ് ഈ 6,64,000 നമ്മൾ ഉൾപ്പെടുത്തി. ആ കട്ട് ഓഫ് ഡേറ്റിന് ശേഷം ലഭിച്ചതിൽ കുറച്ച് അപേക്ഷകൾ ഇനിയും ചേർക്കാൻ വേണ്ടിയുണ്ട്. ഈ പ്രസിദ്ധീകരിച്ച ശേഷവും ഇനി ഫോം 6 വഴി അല്ലെങ്കിൽ 6A വഴി, പ്രവാസികൾക്ക് 6A വഴിയാണ് അപേക്ഷ. മറ്റേ വോട്ടർ പട്ടിക പേര് ചേർക്കാൻ 6-ലാണ് കൊടുക്കുന്നത്. അങ്ങനെ അപേക്ഷിക്കാൻ ഇനി അവസരം ഉണ്ടാവും. അവരുടെ പേരും പട്ടികയിൽ ഉൾപ്പെട്ടു വരും. ഫോം 8-ലെ കറക്ഷൻസിന് വേണ്ടിയാണ് ഫോം 8. അങ്ങനെ 3,42,317 ഡ്രാഫ്റ്റിന് ശേഷം ലഭിച്ച ആപ്ലിക്കേഷൻസ്. അതെല്ലാം 100% തന്നെ പരിഗണിച്ചാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഓരോ മണ്ഡലം തിരിച്ചുള്ളൊരു ഡീറ്റെയിൽസ് പരിഗണിക്കും. എല്ലാവർക്കും നിങ്ങൾക്ക് മണ്ഡലം തിരിച്ച് ഓരോ മണ്ഡലത്തിലും എത്ര വോട്ടർമാർ വന്നിട്ടുണ്ട്, അപേക്ഷ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാവർക്കും ഉണ്ട്. ടോട്ടൽ 36 ലക്ഷം. ഏകദേശം അതിലെടുപ്പിക്കും. 36,15,970 പേരാണ് ടോട്ടൽ പട്ടികയിലുള്ളത്. പതിനെട്ട് 19 ഏജ് ഗ്രൂപ്പിൽ കൂടുതൽ പേര് വന്നിട്ടുണ്ട്. 1,07,290 പേര്. 1,07,290 പേര്. ഡ്രാഫ്റ്റ് പട്ടികയിലത് വളരെ കുറവായിരുന്നു. 6,281 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയ പട്ടികയിൽ 1,07,290 വന്നു. 85 വയസ്സിന് മേളിലുള്ളവർ 14,243 പേരുണ്ട്. എല്ലാ ക്ലെയിംസും വിശദമായിട്ട് പരിശോധിച്ച് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് പേര് മരിച്ചുപോയവരെ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റ് രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ആയിട്ടുള്ള കുറച്ച് പേര്, അത് വളരെ കുറച്ച് നമ്പറാണ്. പിന്നെ പെർമനൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തവർ അവിടെ പോയി പല പ്രാവശ്യം SIR പറഞ്ഞത് ഒരു വീട്ടിൽ 3 പ്രാവശ്യം സന്ദർശിക്കണം. 3 പ്രാവശ്യം സന്ദർശിച്ചിട്ടും 3 പ്രാവശ്യമല്ല, നമ്മുടെ BLOമാർ ഒരാളെയും ഒഴിവാക്കേണ്ടതെന്ന് വെച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിൽ വർക്ക് ചെയ്തെങ്കിലും BLOമാർ സിൻസിയർ എഫർട്ട് എടുത്തു. കമ്മീഷൻ 3 പ്രാവശ്യം സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ഒഴിവാക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും 4, 5, 6 പ്രാവശ്യം വീടുകളിൽ പോയി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്, ഒരാളെ ഒഴിവാക്കാതെ. അപ്പോൾ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പുതിയ ഫോട്ടോസ് കൊടുത്തവരുടെ കൂടുതൽ ക്ലാരിറ്റിയുള്ള പുതിയ ഫോട്ടോസ് വന്നിട്ടുണ്ട്. ഇനി സബ്മിറ്റ് ചെയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ ഫോട്ടോ ഫോമിനൊപ്പം കൊടുക്കാത്തവരുടേതാണെങ്കിൽ പഴയ ഫോട്ടോ തന്നെയായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ കൃത്യതയുള്ള ക്ലാരിറ്റിയുള്ള പട്ടിക ഇട്ട് വരും. അപ്പം ഏജ് സംബന്ധിച്ചുള്ള ഒരുപാട് കറക്ഷൻസും നടന്നിട്ടുണ്ട്. പഴയ പട്ടികയിൽ ഒരുപാട് പേര് ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആധാർ നമ്പർ അടക്കം SIR ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. കൂടുതൽ കുറ്റമറ്റ രീതിയിലുള്ള കൃത്യതയുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം BLOമാരുടെ വലിയൊരു സഹകരണം, അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് SIR ബന്ധപ്പെട്ട് ചെയ്തത്. പ്രത്യേകിച്ച് 6,64,000 ഫോംസ് പരിശോധിച്ച് ഉൾപ്പെടുത്തുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചു. അത് ഓരോ ഫോംസും BLOമാർ പരിശോധിച്ച് BLO ആപ്പ് വഴി അപ്രൂവ് ചെയ്ത് കൊടുത്ത് അതിന് മേൽപരിശോധന നടത്തി ശേഷമാണ് ഉൾപ്പെടുത്തി. ഒരുപക്ഷെ ഡേറ്റ് ഇതിന് ശേഷം 18 പൂർത്തിയാകുന്നവർക്കും ഇനി അവസരം കിട്ടും. ചില അപേക്ഷകൾ 18 വയസ്സ് പൂർത്തിയാകാത്തത് ഉൾപ്പെടാതെ കിടക്കുന്നുണ്ടാകും. പക്ഷെ അവർക്ക് 18 വയസ്സാകുമ്പോഴത്തേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞ് ഈ പട്ടികയിലുണ്ടാവില്ല, 18 വയസ്സ് ഉൾപ്പെട്ട് വരികയാണെങ്കിൽ അവർ ഉൾപ്പെട്ടു വരും. അത് പ്രത്യേകിച്ച് അവർ പുതിയ ഫോം കൊടുക്കേണ്ടതായിരുന്നു.
ഇനി ഈ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർക്ക് ഇനിയും പരാതി കൊടുക്കാനും അപ്പീൽ കൊടുക്കാനും അവസരമുണ്ട്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് ഈ പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഡെപ്യൂട്ടി കളക്ടർമാരുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. DO മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ ഇനിയും പരാതികളുള്ളവർക്ക് പരാതി കൊടുക്കാനുള്ള അവകാശം ഉണ്ടാവും. ജില്ലാ ഇലക്ഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളയ്ക്ക് പരാതി കൊടുക്കാനുള്ള അവസരമുണ്ടാവും. ഈ വോട്ടർ പട്ടികയുടെ പകർപ്പ് എല്ലാ BLOമാരുടെ കയ്യിലുണ്ടാവും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടാവും, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ ഓഫീസിലുണ്ടാവും. ഓൺലൈനായിട്ട് ആർക്കും പരിശോധിക്കാവുന്നതാണ് പട്ടിക. co.kerala.gov.in എന്ന പോർട്ടൽ വഴി co.kerala.gov.in എന്ന പോർട്ടൽ വഴി ഓരോരുത്തർക്കും അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകൃത. അതെ 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 നമുക്ക് നോ മാപ്പിംഗ് താരതമ്യേന കുറവായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ 2.7% മാത്രമേ നോ മാപ്പിംഗ് നമുക്കുണ്ടായിരുന്നുള്ളൂ. 84,000-ഓളം നോ മാപ്പിംഗ് കേസുകളാണ്. അവർക്ക് ഹിയറിംഗ് നോട്ടീസ് പോയി. നോ മാപ്പിംഗ് വന്നവർക്ക് ഹിയറിംഗ് നോട്ടീസ് പോയി. ഹിയറിംഗ് പരമാവധി ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നടത്തിയത്. നമ്മളതിനു വേണ്ടി എല്ലാ ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ച് ആ വില്ലേജ് ഓഫീസുകളിലേക്ക് വരിക. അവിടെ തന്നെ BLOമാരുണ്ടാവും. നമ്മളിവിടെ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാർമാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എല്ലാ വില്ലേജ് ഓഫീസിലേക്കും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നോ മാപ്പിംഗ് കേസുകൾ അങ്ങനെ തീർക്കാൻ സാധിച്ചു. അതിനുശേഷം ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞിട്ട് വലിയൊരു നമ്പർ വന്നു. അതിൽ പലരെയും നേരിട്ട് ഹാജരാവാതെ തന്നെ തീരുമാനമെടുത്തു. അപ്പോൾ അത് ലക്ഷങ്ങളിലേക്ക് വരുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ചില എറർ വരുന്ന കാര്യങ്ങളും സിസ്റ്റം ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ചിലപ്പം പിതാവും മകനും തമ്മിലുള്ള ഏജ് വ്യത്യാസം 15 വയസ്സ് 18 വയസ്സ് 15 വയസ്സായില്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതൊരു പക്ഷേ പണ്ട് അവർ വോട്ടർ പട്ടികയെ ചേർത്ത സമയത്ത് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്തോ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടല്ല ചേർത്ത് എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന ഡേറ്റ് ആയിരിക്കും വോട്ടർ പട്ടികയിൽ പലരുടെ ഏജായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എറർ വന്ന സാഹചര്യത്തിൽ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് അവർക്ക് BLOമാർ അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് വില്ലേജ് ഓഫീസിൽ വന്ന് ഡോക്യുമെൻ്റ് പരിശോധിച്ച് അത് ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് SIR. അതെ, പ്രവാസി വോട്ടർമാരുടെ എണ്ണം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഡ്രാഫ്റ്റുമായിട്ടൊരു വലിയ വ്യത്യാസം കാണുന്നുണ്ട്. കൂടുതൽ ഒരു എൻറോൾമെൻറ്റ് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ SIR വളരെ സീരിയസ് ആയിട്ട് അവർ എടുത്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവരുടെ പേര് പട്ടികയിൽ മുമ്പ് ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ സാധാരണ വോട്ടറായിട്ടുണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ പാടില്ലാത്തതാണ് നിയമപരമായിട്ട്. പ്രവാസിയാണെങ്കിൽ സാധാരണ വോട്ടറായിട്ട്, പക്ഷെ അങ്ങനെ സംഭവിച്ചിരിക്കാം. ഒരുപക്ഷെ സാധാരണ വോട്ടറായിട്ട് ആ ബൂത്തിൽ അവരുടെ പേര് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇപ്രാവശ്യം അവരത് മനസ്സിലാക്കി 6A കൊടുത്ത പ്രവാസി വോട്ടർമാരായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പുതിയ പബ്ലിഷ് ചെയ്തതിൽ വലിയൊരു ചെമ്പാണ്. ഡ്രാഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയൊരു ജമ്പാണ് വന്നിരിക്കുന്നത്. അത് കാരണം ഇതായിരിക്കണം. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു പക്ഷേ SIRനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അതുകൊണ്ട് അവരെല്ലാം തന്നെ 6A ഫോം കൊടുത്ത് പ്രവാസി വോട്ടറായിട്ട് എൻറോൾ ചെയ്യാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ പാടില്ലാത്തതാണ് നിയമപരമായിട്ട് പ്രവാസികൾ സാധാരണ വോട്ടറായിട്ട് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത് BLOമാർ പോയി പരിശോധിച്ചപ്പോൾ സാധാരണ അവിടെ താമസമില്ലാത്ത ആളെന്ന് റെക്കോർഡ് ചെയ്തപ്പോൾ അവൾ 6A കൊടുത്ത് വന്നിട്ടുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ പ്രവാസികളുടെ എണ്ണത്തിൽ 161% ഇൻക്രീസാണ്. 161% ഇൻക്രീസാണ് പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിലുണ്ട്. മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല. നമ്മുടെ മലപ്പുറമാകാനാണ് സാധ്യത. മറ്റുള്ള ജില്ലകളെക്കാളും 10 ലക്ഷത്തോളം വോട്ടർമാരുടെ എണ്ണം നമുക്ക് കൂടുതലാണ്. അടുത്ത് നിൽക്കുന്ന ഒരു വോട്ടർമാരുള്ള ജില്ലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ 10 ലക്ഷത്തോളം വ്യത്യാസമുണ്ട്. നമ്മുടെ പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ 49 ലക്ഷമാണ്. നമ്മുടെ കഴിഞ്ഞ സെൻസസിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 49,12,920. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ നോക്കുന്നത് 49,58,530. അപ്പോൾ നമ്മൾ ആ പോപ്പുലേഷൻ്റെ വെച്ച് റേഷ്യോ നോക്കിയിട്ടുണ്ട്, എൻറോൾമെൻറ്റിൻ്റെ റേഷ്യോ നോക്കിയിട്ടുണ്ട്, EP റേഷ്യോ എന്ന് പറയും. ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്.
ഓരോ ഏജ് ഗ്രൂപ്പിലെയും പോപ്പുലേഷനായിട്ട് താരതമ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാറ്റിസ്ഫാക്ടറി ആണ്, എൻറോൾമെൻറ്റ് സാറ്റിസ്ഫാക്ടറി ആണ്, പരമാവധി ഇവർ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് SIR കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നത്. പേര് ചേർക്കാൻ അപേക്ഷ സമർപ്പിച്ച പലരും അവരുടെ റിലേഷൻ ആയുള്ള വോട്ടർ പട്ടികയുടെ നമ്പർ രേഖപ്പെടുത്തിയിട്ടില്ല. അത് അപേക്ഷയിൽ അത് നിർബന്ധമാക്കി പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഫീൽഡിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. നമുക്ക് ഈ പട്ടികയിൽ 6,47,000 പേര് ചേർക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് ഒരു 50 പല സ്ഥലങ്ങളിലും ലഭിച്ചതിൽ ഒരു 50% ആൾക്കാരും അവരുടെ ബന്ധുവിൻ്റെ പേര് ചേർക്കും. ബന്ധുവിൻ്റെ പേര് ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ എന്നാലാണ് കറക്റ്റ് ഏത് ബൂത്തിലേക്ക് ചെയ്യണം. അവരുടെ അഡ്രസ്സ് നോക്കിയാൽ ഈ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു അഡ്രസ്സിലേക്ക് നോക്കുമ്പോൾ ഒരു അഡ്രസ്സിനോട് ചേർന്ന് 3, 4, 5 പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാകും. അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വന്നിരുന്നു. അപ്പോൾ ഇനി വോട്ടർമാരോട്, ഇനി പേര് ചേർക്കാനുള്ളവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങനെ ചേർക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ ഇലക്ഷൻ കാർഡിൻ്റെ നമ്പറും കൂടെ ചേർക്കണം. അത് നിർബന്ധമായിട്ട് മസ്റ്റായിട്ടുള്ളൊരു കോളമായിട്ടല്ല കമ്മീഷൻ വെച്ചിരിക്കുന്നത്. ആക്കണമായിരുന്നു, എങ്കിൽ ഞങ്ങളുടെ പണി എളുപ്പമായിരുന്നു. അതിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരാളുടെ ഒരു അപേക്ഷ ലഭിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലം പറഞ്ഞു, വള്ളുവമ്പ്രം. പക്ഷേ ആ വള്ളുവമ്പ്രം എന്ന് പറയുന്ന ജംഗ്ഷനിൽ ചേർന്ന് ചിലപ്പോൾ ഒരു 6 or 8 പോളിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. ഈ കിട്ടുന്ന ഓരോ അപേക്ഷയും ഒരു BLOയ്ക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ആ BLO ആണ് അദ്ദേഹം അവിടെ താമസിക്കുന്ന ആളാണോ, അങ്ങനെയുള്ള BLO എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആപ്പിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ അതില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു അപേക്ഷ വന്നു, ആ BLOയ്ക്ക് പോയി, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ വീണ്ടും മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ അതാണ് ഏറ്റവും വലിയ പേര് ചേർക്കുന്ന ഫോംസ് ഡിസ്പോസലിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നത്. അപ്പോൾ ഇനി മുതൽ പേര് ചേർക്കാൻ അപേക്ഷിക്കുന്നവർ അവരുടെ അടുത്ത ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ പേരോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് വരും. ഫോം 8 വീണ്ടും അപേക്ഷ കൊടുക്കാവുന്നതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരാൾ ചിലപ്പം കുടുംബത്തിൽ നിന്ന് മാറിപ്പോയി മറ്റൊരു പോളിംഗ് സ്റ്റേഷനിലേക്ക് പോയി, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ, അങ്ങനെ വ്യാപകമായി വരാത്ത രീതിയിൽ നമ്മളത് ആണ് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, പുതിയ ആൾക്കാരെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും അഭിമുഖീകരിക്കുകയാണെങ്കിൽ ഫോം 8 കൊടുത്തിട്ട് ശരിയായ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ BLOമാർ ഓരോരുത്തരെയും പോയി SIRന് ഫോം കൊടുത്ത് ചെയ്തു. അതിനുശേഷം 6 ലക്ഷത്തിലധികം പുതിയ ഫോംസ് വന്നു. ആ സമയത്തും BLOമാർക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഇവർ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ. പ്രത്യേകിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരുന്നു, അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടി. കാരണം ഒരു BLOയ്ക്ക് ഒരാളുണ്ടെന്നുള്ളത് അറിയാം, മനസ്സിൽ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരാളുണ്ട്, ഒരു മുഹമ്മദ് ഒരു സ്ഥലത്ത് ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ഈ വീട്ടിൽ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സാധാരണ ഓക്കെ എന്ന് പറഞ്ഞ് BLO കൊടുക്കാറുണ്ട്. അപ്പോൾ ഇയാൾ ആദ്യം ഉണ്ടോ എന്നുള്ള പരിശോധനകൾ നടത്തണം. അല്ലെങ്കിൽ ഇയാളുടെ ഒന്നിലധികം പ്രാവശ്യം അപ്ലൈ ചെയ്യുന്നതിന് സിസ്റ്റം തടയുന്നില്ല. ഫോം 6 എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൊടുക്കാം, രണ്ടാമതും കൊടുക്കാം, മൂന്നാമതും കൊടുക്കാം. ഒരു തവണ മാത്രമൊന്നും സിസ്റ്റം തടയുന്നില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഉൾപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശം കൊടുത്തിരുന്നു BLOമാർക്കെല്ലാം. ഒന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി പ്രത്യേകം പരിശോധിക്കുക അപ്രൂവൽ കൊടുക്കുന്നതിനുണ്ട്. അപ്പോൾ രണ്ടാമതൊരു അപേക്ഷ വരുമ്പോൾ റിജക്റ്റ് ചെയ്യാം. ചില വോട്ടർമാർ പേര് തന്നെ പല രീതിയിൽ, മുഹമ്മദ് യാസ്മിൻ മുഹമ്മദ് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. ഒരു പക്ഷേ അപേക്ഷിച്ചു, പേര് വന്നില്ല എന്നുള്ളൊരു ചെക്ക് ഷുവറാക്കാൻ വേണ്ടിയായിരിക്കും രണ്ടാമതും കൊടുക്കുന്നത്. ചിലപ്പം പേരിനോടൊപ്പം ഉള്ള ഒരു ഇൻഷ്യലി ചേർത്ത് വീണ്ടും കൊടുക്കുന്നതായിട്ടൊക്കെ ചില അപേക്ഷകൾ കണ്ടിട്ടുണ്ട്. എന്താ ഇനിയും ചേഞ്ചിന് കൊടുക്കാം. മരണം എന്നുള്ള ഒരു ഫോം അപേക്ഷിക്കാം. അപ്പം ആ സമയത്ത് അവിടെ താമസം ഉണ്ടോ എന്നുള്ളത് BLO പരിശോധിച്ച് മാത്രമേ അപ്രൂവൽ കൊടുക്കും. അവിടെ സ്ഥിരതാമസം ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കണം, കഴിഞ്ഞ 6 മാസം കാലം അവിടെ തന്നെ താമസിക്കുന്ന ആളാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ BLO അപ്രൂവൽ കൊടുക്കൂ. ഇനി രണ്ടാമത്തെ സ്ഥലത്ത് ഇപ്പോൾ എവിടെയാണ് പേര് ചേർക്കേണ്ടത് അവിടെ കഴിഞ്ഞ 6 മാസം താമസം ഉണ്ടായിരിക്കും.
ഹൃദയം പറയും ആധാർ. ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.